ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ മലയാളത്തിൽ വീണ്ടും ഒരു കോമഡി സിനിമ, ഒരു ജാതകം. വിനീത് ശ്രീനിവാസന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ട്രെയിലർ ഞാൻ കണ്ടു. അതിഗംഭീരമായിട്ടുണ്ട്. കാരണം മലയാളത്തിൽ നിന്ന് ഏറെ ആക്ഷേപം കേട്ടിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ഞാൻ എല്ലാം വയലൻസ് നിറയുന്നു, അധികം തമാശകൾ നിറഞ്ഞ സിനിമകളൊന്നും വരുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ദിലീപ് പോലുള്ള ആൾ ആരെങ്കിലും തന്നെ വരണം, അതിനും വേറെ ആരും വരുന്നില്ല എന്നൊരു പൊതുവെ പരക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു വിരാമം വെച്ചുകൊണ്ട് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ അതിഗംഭീരമായ ഒരു മൂവി ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം കൺഫ്യൂഷൻസ് ആയി കിടക്കുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക, ഈ സമൂഹത്തിൽ ഏറ്റവും കണക്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നവർ. കാരണം കല്യാണം കഴിയാത്തത്, പിന്നെ അതിനുള്ള കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ അതിന് ട്രെയിലർ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. എം മോഹനൻ അദ്ദേഹമാണിത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. വളരെ എന്താ പറയുക, മികച്ച ഒരു എന്താ പറയുക ഒരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. കാരണം അതോടൊപ്പം തന്നെ കുറേ അധികം എന്താണ് നായികമാരുണ്ടോ തോന്നി. കാരണം എന്തായാലും നിഖില വിമൽ ഉണ്ട്, അതായിരിക്കും മെയിൻ നായിക തോന്നുന്നു. പിന്നെ വേറെ കുറേ പെണ്ണ് കാണാൻ പോണ ചടങ്ങ്, അങ്ങനെ കുറച്ചൊക്കെ കാണിക്കുന്ന കുറേ അത്യാവശ്യം നല്ല ആക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ വരുമ്പോൾ നമുക്ക് കുറച്ചുപേർ അറിയപ്പെടുന്ന, പിന്നെ കുറച്ചുപേരെല്ലാം മെയിനായിട്ട് കിടക്കുന്ന ആക്ടേഴ്സ്. പക്ഷെ എന്നാലും പെർഫോമൻസിലേക്ക് എന്തായാലും ഒരു കുറക്കതിന് ശേഷം ഒരു അതിഗംഭീരമായൊരു കോമഡി സിനിമ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ എന്താ പറയുക, അത്യാവശ്യം കോമഡി കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ നല്ല പെർഫോമൻസ് ആണ്. കാരണം കുറുക്കലിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹാസ്യം വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം അങ്ങനെ വല്ല ചവറ് ഹാസ്യമൊന്നും കാണിക്കാറില്ല. അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വരുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയുക കോമഡി എല്ലാം കാണിക്കും. അതേ തന്നെ ആയിരിക്കും ഈ ഒരു ജാതകം എന്ന് പറഞ്ഞതിൽ കാരണം അതിന്റെ പ്ലോട്ട് വളരെ രസകരമാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിയാതെ ഇരിക്കുന്ന ഒരു പയ്യൻ, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കുറേ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എവിടെയും കല്യാണം ശരിയാവുന്നില്ല. സംഭവം ഇതൊരു സബ്ജക്റ്റ് വളരെ കറൻ്റായിട്ട് നിലനിൽക്കുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോലും ഒരു പുരുഷന്മാർ അനുഭവിക്കുന്നില്ല, അവരെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. കുറച്ച് കഴിയും, ഒരു 29 കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പെണ്ണ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ സർക്കാർ ജോലി എന്നൊരു ടാഗ് ലൈൻ വന്ന കാരണം എല്ലാവർക്കും പെണ്ണ് 10th ക്ലാസ് ആണെങ്കിലും സർക്കാർ ജോലി വേണമെന്നൊരു സബ്ജക്റ്റ് ഒരു മാറ്ററാണ്. അപ്പം അങ്ങനെയുള്ള സബ്ജക്റ്റിൽ കണക്ട് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് ഈ സർക്കാർ ജോലി എന്ന സബ്ജക്റ്റ് ഇതിലുണ്ടോ എന്നില്ല, അറിയില്ല. ഞാനൊരു പൊതുവെ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. പക്ഷെ നല്ല സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റാണ്. കാരണം ഒരു പെട്ടെന്ന് നമ്മുടെ സൊസൈറ്റി ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതിൽ അതിഗംഭീരമായിട്ട് ട്രെയിലർ എനിക്കാണ് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ. കാരണം ഒന്ന് തിയേറ്ററിൽ പോയിരുന്ന ഒരു മനസ്സ് അറിഞ്ഞ് ചിരിക്കാം എന്ന രീതിയിലേക്ക്. കാരണം നമ്മൾ ഒരുപാട് ആക്ഷൻസ്, ത്രില്ലർ ഇങ്ങനെ കുറച്ചൊക്കെ കണ്ടു പോയില്ല, ക്രൈമും അങ്ങനെ കണ്ടു പോയാൽ ഒരു റിലാക്സ് ആയിട്ട് ഈ സിനിമ കാണാൻ പറ്റിയ രീതിയിലുള്ളൊരു സിനിമ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം കോമഡി ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും ഇത് ട്രെയിലർ മൊത്തം ഒരു കോമഡി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് തിയേറ്ററിൽ പോകുമ്പോൾ മാത്രമേ കോമഡി പെട്ടെന്ന് വർക്കൗട്ട് ആവത്തുള്ളൂ. കാരണം ഒരു കഥയിലേക്ക് ഇറങ്ങി ചെന്ന് ഇങ്ങനെ ചെല്ലുമ്പോഴല്ലേ ചില കോമഡിയൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള ഡൊമിനിക്കിനെ തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്കത് ഓരോ സീക്വൻസിനെ മനസ്സിലാവില്ല. പക്ഷെ അത് നമ്മളൊരു സിനിമയുമായിട്ട് കണ്ടുവിടുമ്പോൾ പല കമൻസ് നമുക്ക് വളരെയധികം എന്താ പറയുക കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിരിയിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് പുറത്ത് ഇതൊരു ലൗഡായിട്ട് വരുന്നൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നി. കാരണം അങ്ങനെ എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടില്ല, ലൗഡായിട്ടും. കാരണം ഒരുപാട് പ്രശ്നങ്ങളും അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇടയ്ക്ക് വരുന്ന കോമഡീസ് ഒക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്തായാലും ട്രെയിലർ നല്ല അടിപൊളിയായിട്ടുണ്ട്, എന്തായാലും കൊള്ളാം. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ ബാബു ആൻ്റണിയും കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം ഈയിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നോക്കുകയാണെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആക്ഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു കോമഡി നിറഞ്ഞുള്ള ആക്ഷൻസൊക്കെയാണ് ഇപ്പോൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദനോത്സവം പറഞ്ഞ സിനിമയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ ടെറർ റോളായിരുന്നു, പക്ഷേ അതിൽ കോമഡി ആയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല റോള് കോമഡി ആയിരിക്കും ഇതിന് ചെയ്യുക. കാരണം അദ്ദേഹത്തിനെ കാണിച്ചൊരു സീൻ തന്നെ ഭയങ്കര ആക്ഷനായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു ഈ ട്രെയിലറിൽ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെയും കൂടി ചേരുമ്പോൾ നല്ലൊരു കോമഡി കൂടി ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനി ഈ സിനിമയെ ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.